പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ദേശീയ ശാസ്ത്ര ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. ജ്ഞാനവനം. അറിവുള്ള മൃഗങ്ങളുടെ കേന്ദ്രമായിരുന്നു ജ്ഞാനവനം. അവിടെ ആ പേരിൽ തന്നെ ഒരു പഠന കേന്ദ്രവും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഉച്ചയോടെ നീലക്കായൽക്കരയിൽ എല്ലാവരും ഒത്തുകൂടി. ആകാശം അതീവ നീല, കായലും അതുപോലെ അഗാധ നീലിമയിൽ മിന്നുന്നു. ആകാശം എന്തുകൊണ്ടാണ് നീല? കുഞ്ഞുമുയൽ ചോദിച്ചു. കായലും നീല തന്നെയല്ലേ, വെള്ളം നീലയാണോ? മാൻകുട്ടി അത്ഭുതപ്പെട്ടു. അപ്പോൾ കാട്ടിലെ ജ്ഞാനിയായ ആമച്ചേട്ടൻ പറഞ്ഞു, ഇത് നമുക്ക് പറഞ്ഞു തന്നത് ലോകപ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ CV രാമനാണ്. എല്ലാവരും ചുറ്റും കൂടി നിന്നു. സൂര്യപ്രകാശത്തിന് ഒരു നിറം മാത്രമല്ല, അതിൽ 7 നിറങ്ങളുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ വെളിച്ചം നമ്മുടെ അന്തരീക്ഷത്തിലെ ചെറുതായുള്ള പൊടിപടലങ്ങളിലും വായുകണങ്ങളിലും തട്ടുമ്പോൾ വിസരണം നടക്കുന്നു. വിസരണമോ? അതെന്താ? കുട്ടിക്കുരങ്ങൻ ചോദിച്ചു. വെളിച്ചം എല്ലായിടത്തേക്കും ചിതറിപ്പോകുന്നതാണ് വിസരണം, ആമച്ചേട്ടൻ പറഞ്ഞു. അതിൽ ചെറിയ തരംഗദൈർഘ്യമുള്ള നിറങ്ങൾ, പ്രത്യേകിച്ച് നീല, കൂടുതലായി ചിതറുന്നു. അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ ആകാശം നീലയായി കാണുന്നത്. കുഞ്ഞാന ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, അപ്പോൾ വയലറ്റ് എന്തുകൊണ്ട് കാണുന്നില്ല? ആമച്ചേട്ടൻ ചിരിച്ചു. വയലറ്റും ചിതറുന്നുണ്ട്, പക്ഷേ നമ്മുടെ കണ്ണുകൾക്ക് കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നത് നീല നിറമാണ്. സൂര്യപ്രകാശത്തിൽ നീല കൂടുതലായി നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ മാൻകുട്ടി വീണ്ടും ചോദിച്ചു, ഈ കായൽ എന്തുകൊണ്ട് നീല നിറത്തിലിരിക്കുന്നു? നല്ല ചോദ്യം. ആമച്ചേട്ടൻ കായലിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, കായൽ ആകാശത്തെ കണ്ണാടി പോലെ പ്രതിഫലിപ്പിക്കുന്നു, അതുകൊണ്ട് തന്നെ നീലയായി കാണുന്നു. അതാണ് CV രാമൻ പറഞ്ഞ കാര്യവും. കാട്ടിലെ പക്ഷികൾ ആകാശത്ത് പറന്നു, കായലിൽ തിരമാലകൾ തഴുകി. ശാസ്ത്രം അത്ഭുതകരമാണ്, കരടിക്കുഞ്ഞു പറഞ്ഞു. അതെ, ആമ പറഞ്ഞു. പ്രകൃതിയെ സ്നേഹിച്ചു നോക്കുമ്പോൾ ഓരോ ചോദ്യത്തിനും മനോഹരമായ ഉത്തരമുണ്ട്. അന്നു മുതൽ ജ്ഞാനവനത്തിലെ കുഞ്ഞുങ്ങൾ ആകാശം നോക്കുമ്പോഴും കായൽ കാണുമ്പോഴും വെറും നീലനിറം മാത്രമല്ല കണ്ടത്, ശാസ്ത്രത്തിൻ്റെ മായാജാലം കൂടിയായിരുന്നു.